ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം പാഷാണ്ഡത ബൈബിളിൽ 2 പ്രാവശ്യം ചത്തവരാണ് ശീഷ്മ പ്രചരിപ്പിക്കുന്നവര്. അവരെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം? വിഭാഗീയതയുണ്ടാക്കുന്നവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകളിൽ മറഞ്ഞു കിടക്കുന്ന വഴുവഴുപ്പുള്ള പാറകളാണ്. കാറ്റിനാൽ തുരത്തപ്പെടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളാണ് അവര്. ഇല കൊഴിഞ്ഞ് ഫലമില്ലാതെ വേരറ്റുപോയ, അങ്ങനെ 2 പ്രാവശ്യം ചത്തുപോയ വൃക്ഷങ്ങളാണ്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകളാണ്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെയാണ് അവര്. അതെ, ചെകുത്താന്റെ വരവ്, വേദവിപരീതം അഥവാ പാഷാണ്ഡത, അതിന്റെ വിത്തുമായി സഭയിൽ നുഴഞ്ഞു കയറുന്ന ചിലര്. സഭയിൽ ശീഷ്മ അഥവാ വിഭാഗീയത സൃഷ്ടിക്കുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. പ്രത്യുത സ്ത്രീ ശരീരത്തിൽ ആസക്തികൾക്ക് ഉത്തരം കണ്ടെത്തുക, പൊട്ടിച്ചിതറാൻ കാത്തിരിക്കുന്ന ബോംബുകളെ പോലെ വികാരം ആളിക്കത്തിക്കുക. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തില്, ഒരു സാഹചര്യത്തില് ജാഗ്രതയുടെയും മുന്നറിയിപ്പിന്റെയും ഞെക്കുവിളക്കുമായി ഒരാൾ രംഗപ്രവേശം ചെയ്തു. യൂദാസ്ലീഹ. തീരുമാനമെടുക്കാൻ അമാന്തിക്കുന്നത് വലിയ തെറ്റാകുമെന്ന് അദ്ദേഹം സഭയെ ഓർമ്മപ്പെടുത്തി. മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച്, നമ്മൾ കണ്ടു കഴിഞ്ഞ ചില വാക്കുകൾ, നുഴഞ്ഞ കയറ്റക്കാരായ വിമതരെ കെട്ടുകെട്ടിച്ചു. കവി പോലും കരുതിനപ്പുറത്തേക്ക് കവിത വളർന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ലേഖനമാണ് യൂദാസ്ലീഹയുടെ ലേഖനം. യൂദാസ് എന്നാണ് അതിന്റെ മൂല പാഠത്തിൽ കിടക്കുന്നത്. യൂദാസ്കറിയത്തെ കൂടുതൽ കുപ്രസിദ്ധനായതുകൊണ്ട് യൂദ എന്നാണ് നമ്മൾ പറയുന്നത്. യൂദാസ്കറിയത്തെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ. യൂദാസ് എന്ന പേരിൽ അല്ലെ, അദ്ദേഹത്തിന്റെ പേര് അതാണ്. ലേഖനം എഴുതിയത് കൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ പല നേതാക്കന്മാരും ഈ യൂദാസ്ലീഹയുടെ ലേഖനം വായിക്കാറില്ല. വായിച്ചിരുന്നെങ്കിൽ സീറോ മലബാർ സഭയിൽ എറണാകുളം പക്ഷവും ഇതുപോലെയൊന്നും ഇങ്ങനെ വിളയാറില്ല. അവരിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുമായിരുന്നില്ല. നമ്മുടെ സഭയെ കുളം തോണ്ടാനായിട്ട് പാഷാണ്ഡതയും വിഭാഗീയതയും ശീഷ്മയും അങ്ങനെ അനുവദിച്ച് കുട്ടിച്ചോറാക്കാൻ നമ്മുടെ നേതൃത്വം അനുവദിക്കുമായിരുന്നില്ല. യൂദാസ്ലീഹയുടെ ലേഖനം വായിച്ചിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അച്ഛൻ എന്ത് ഭ്രാന്തായി പറയണേ? മാണിപ്പറമ്പിൽ എന്ത് ഭ്രാന്തായി പറയണേ? ബൈബിളില് എറണാകുളത്തെ പാഷാണ്ഡതയെക്കുറിച്ചും ശീഷ്മയെക്കുറിച്ചും ഉണ്ടെന്നോ? ബൈബിള് ദൈവവചനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എറണാകുളത്തെ ഒരു വിമതര് കരുതുന്നത് പോലെയും മുന്നേറ്റക്കാർ കരുതുന്നത് പോലെയും ഭൂതകാലത്തെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഹിത്യ പുസ്തകമായിട്ടല്ല ഞാൻ ബൈബിളിനെ കാണുന്നത്. ദൈവവചനമാണെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും അത് പ്രസക്തമാണ്. സഭയിൽ എല്ലാ കാലത്തും വിവിധ തരത്തിലുള്ള പാഷാണ്ഡതകളും ശീഷ്മകളും വിഭാഗീയതകളും ഒക്കെ തലയുയർത്തിയിട്ടുണ്ട്. പക്ഷേ അവയോടെല്ലാം പൊരുതിയാണ് സഭ ജയിച്ചത്. അതിനാൽ എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന വേദവിപരീതം എന്ന് പറഞ്ഞ പാഷാണ്ഡതയുടെയും ശീഷ്മയുടെയും, അതായത് വിഭാഗീയത, സഭയിൽ വിഭജനം, ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ആദിമസഭയിൽ കണ്ടപ്പോൾ അതിനെതിരെ തൂലിക ചലിപ്പിച്ച ഒരാളാണ് യൂദാസ്ലീഹ. യൂദാസ്ലീഹയുടെ ലേഖനം ഒരൊറ്റ അധ്യായമേ അതിൽ 12-13 വാക്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. 12-13 വാക്യങ്ങൾ യൂദാസ്ലീഹയുടെ ലേഖനം നിങ്ങളുടെ ബൈബിളിൽ കാണും. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന വഴുവഴുപ്പുള്ള പാറകളാണ്. തങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി യാതൊരു സങ്കോചവുമില്ലാതെ നിങ്ങളോടുകൂടി വിരുന്ന് കഴിക്കുന്നു അവർ. കാറ്റിനാൽ തുരത്തപ്പെടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളാണവർ. ഇല കൊഴിഞ്ഞ് ഫലമില്ലാതെ വേറിട്ടുപോയ, അങ്ങനെ 2 പ്രാവശ്യം ചത്തുപോയ വൃക്ഷങ്ങള്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകള്. സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്.
മാണിപ്പറമ്പലച്ചൻ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നെന്ന് പറയരുത്. ഇതൊക്കെ നമ്മുടെ ബൈബിളിലുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ എന്റെ തർജ്ജമ ചെയ്ത രീതിയാണ്. നിങ്ങൾ POS ബൈബിള് ആണ് ശീലമെങ്കിൽ നിങ്ങളത് ഒത്തു നോക്കിക്കോളൂ. പക്ഷെ ഈ അർത്ഥം തന്നെയാണ് അവിടെയും കാണുക. ചിലപ്പോൾ ധ്വനിസാന്ദ്രത കുറച്ച് വ്യത്യാസമുണ്ടാകും. എന്താണ് പശ്ചാത്തലം? ഈ യൂദാസ്ലീഹ ഈ ലേഖനം എഴുതുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. ഓരോ കാലത്തുമുണ്ടായ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടാണ് ഓരോ ലേഖനങ്ങൾ രചിക്കപ്പെട്ടത്. എന്തായിരുന്നു അന്നത്തെ ഒരു പ്രശ്നം? സ്ലീഹന്മാര് സഭയ്ക്ക് കൈമാറിയ വിശ്വാസ സത്യങ്ങളെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും വെല്ലുവിളിക്കുന്ന ചില വ്യാജ പ്രബോധകന്മാരും കള്ളപ്രവാചകന്മാരും സഭയിൽ നുഴഞ്ഞു കയറി. വിമതർ എന്ന് അവരെ വിളിക്കും. ആത്മാവിനെ മാത്രം സൂക്ഷിച്ചാൽ മതിയെന്നും ശരീരം കൊണ്ട് എന്ത് തിന്മയും ചെയ്യാമെന്നും ഈ വ്യാജ പ്രബോധകരും കള്ളപ്രവാചകന്മാരും പഠിപ്പിച്ചു. അത് ക്രിസ്തീയ സമുദായത്തിലും പൊതുസമൂഹത്തിലും വലിയ ദോഷം ചെയ്തു. അതായത് ആത്മാവിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ശരീരം കൊണ്ട് എന്ത് തിന്മയും ചെയ്യാം. നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഇല്ലേ സോള ഫീതെ, വിശ്വസിച്ചാൽ മതി, പിന്നെ എന്ത് തോന്നിയാ സാധനം, പ്രവൃത്തികളൊന്നും വേണ്ട. പ്രവൃത്തികൾ കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, പിന്നെ എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള മട്ടായി. പ്രവൃത്തിയാണ് ഇല്ലേ കൂടുതൽ ഇല്ലേ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത്. പ്രവൃത്തി സാക്ഷ്യമാണ് വാക്കുകൾ, വാചകമണിയേക്കാളും വാക്കിനേക്കാൾ നല്ലത്. പക്ഷെ ഇവർ നേരെ തല തിരിച്ചാ പറയണേ. അപ്പോ ഇല്ലേ സോള സ്ക്രിപ്തൂര, വചനം മാത്രം മതി, വേദത്താളുകൾ മാത്രം മതി, വിശുദ്ധ പാരമ്പര്യം വേണ്ട. ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നാണ് വേദത്താളുകൾ ഉണ്ടായി എന്ന കാര്യം പോലും അവർ മറന്നു പോകുന്നു. ആദ്യം എഴുതപ്പെട്ടത്, ആദ്യം ഉണ്ടായത്, ഉറച്ചുപോയത് വിശുദ്ധ പാരമ്പര്യങ്ങളെ വാമൊഴിയായിട്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ പോലും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് കേൾക്കുന്ന സംഗതി ഇല്ലേ, ദൈവം എല്ലായിടത്തും ഇല്ലേ, പെട്ടെന്ന് തോന്നും ശരിയാണല്ലോ. പക്ഷെ നമ്മൾ അതാണോ ലിറ്റർജിയിൽ ചെയ്യുന്നത്? ദൈവം എല്ലായിടത്തുള്ള കാര്യത്തിൽ അതാണോ? അപ്പൊ നമുക്ക് എന്തിനു പള്ളി വരണം? പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പള്ളിയിൽ ചെയ്യുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, മനുഷ്യാവതാരം, അവൻ കുരിശിൽ മരിച്ചു, ഒരു സ്ഥലത്ത് ജെറൂസലമില് അവിടെ ഉയർത്തു. ആ സംഭവത്തിലേക്ക് നോക്കി ആ സംഭവം പുനരവതരിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ദൈവം എല്ലായിടത്തുള്ള കാര്യമാണോ കുർബാനയിൽ ചെയ്യണേ? അങ്ങനെയാണെങ്കിൽ പള്ളി വേണോ? പള്ളി പറയേണ്ട കാര്യമുണ്ടോ? എല്ലായിടത്തും ഇല്ലേ? ഇങ്ങനെ ബുദ്ധി ഉപയോഗിക്കില്ല. എന്താണ് ക്രിസ്തുധർമ്മം എന്ന് അറിയില്ല. വെറുതെ ഇങ്ങനെ ആരെങ്കിലും പറയും. അത് ഇങ്ങനെ ഈ മുണ്ടാടാദികളുണ്ടല്ലോ, വിവരമില്ലാതെ വിവരമുണ്ടെന്ന് വിചാരിക്കുന്നവര്, അവര് തട്ടിവിടും, ഇത് തൊണ്ടവിടാതെ വിഴുങ്ങും. ബുദ്ധി ഉപയോഗിക്കുകയോ എന്താണ് ക്രിസ്തുധർമ്മത്തിന്റെ സവിശേഷതാണോ, അതൊരു ചരിത്രത്തിൽ ജന്മം കൊണ്ടൊരു മതമാണെന്നോ, ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. അവരുടെ ഒരു ഇഷ്ടത്തിനൊത്ത കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചില വാചകടികൾ കേൾക്കുമ്പോൾ ശരിയല്ലേ, ശരിയാണ് തോന്നും. പക്ഷെ അതിന് ആഴത്തിലേക്ക് പോയാൽ അവിടെ പാഷാണ്ഡതയും ശീഷ്മയും ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് തന്നെയായിരുന്നു ഇവരുടെയും പ്രശ്നം. എന്താണ്? ആത്മാവിന്റെ കാര്യം നോക്കിയാൽ മതി, ശരീരം കൊണ്ട് എന്ത് തിന്മയും ചെയ്യാം. അത് ഭയങ്കരമായ ദോഷം ചെയ്ത സമുദായത്തിൽ. അപ്പോൾ യൂദാസ്ലീഹ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഒന്നൊരു ആഹ്വാനമാണ്. ചതിയന്മാരുടെ വലിയൊരു ഗണം സഭയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന കാര്യം കണക്കിലെടുത്ത് അവരെ ചെറുക്കാനും സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കാനും സ്ലീഹന്മാര് കൈമാറി തന്ന സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്നാണ് യൂദാസ്ലീഹയുടെ ആഹ്വാനം. 3-4 വാക്യങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെ ഈ സത്യവിശ്വാസം, സ്ലീഹന്മാരെ കൈമാറിയ സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? സ്ലീഹന്മാര് പഠിപ്പിച്ച സിദ്ധാന്തം ഗ്രഹിക്കണം, അതിന്റെ ആഴത്തിലേക്ക് പോകണം. വാക്യം 20 വായിച്ചു വയ്ക്കാൻ അതാ പറയണേ. കർത്താവിന് വേണ്ടി പ്രാർത്ഥനയിൽ ക്ഷമയോടെ കാത്തിരിക്കും വേണം, നമ്മൾ ധൃതി വയ്ക്കരുത്. വാക്യം 21. സംശയത്തിൽ വലയുന്നവരുടെ വിശ്വാസത്തെ സ്ഥൈര്യപ്പെടുത്താനും ചതിയിൽപ്പെട്ടുപോയ വീണുപോയവരെ തിരികെ എത്തിക്കാനും പരിശ്രമിക്കും വേണം. വാക്യം 22-23. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം പോലും അതുതന്നെയാണ്. ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട് യൂദാസ്ലീഹ. കള്ളപ്രവാചകന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ തരം അഴിമതിക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിശ്വാസികൾ മനസ്സിലെത്തണം. സഭയിലും പ്രശ്നമുണ്ടാക്കുന്ന ഇക്കൂട്ടരുടെ വേദവിപരീതം, അതായത് പാഷാണ്ഡത, വളരെ ഗൗരവത്തോടെ കാണേണ്ടതും തള്ളിക്കളയേണ്ടതുമാണ്. ഇങ്ങനെ സഭയിൽ നുഴഞ്ഞു കയറിയ കള്ളപ്രവാചകന്മാരായ ചതിയന്മാർക്കെതിരെയാണ് യൂദാസ് തന്റെ ലേഖനത്തിന്റെ സിംഹഭാഗവും നീക്കിവെച്ചിരിക്കുന്നത്. 5 മുതൽ 19 വരെ വാക്യങ്ങൾ. ഒരൊറ്റ അധ്യായമുള്ളൂ, അതിൽ 5 മുതൽ 19 വരെ വാക്യങ്ങളില് ഈ പാഷാണ്ഡതയ്ക്കെതിരെയാണ്.
അതിലെ 12, 13 വാക്യങ്ങൾ മാത്രമാണ് ഈ പാഷാണ്ഡത പ്രചരിപ്പിക്കുന്നവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ദുഷ്ടത അത് മാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ വാക്കുകൾ മാത്രം ഒന്നുകൂടി കേട്ട് അതിന്റെ അർത്ഥം ഒന്ന് വിശകലനം ചെയ്യാം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന വഴുവഴുപ്പുള്ള പാറകളാണ്. സ്നേഹസദ്യകൾ നമുക്കറിയാം, സ്നേഹവിരുന്ന്, അഗാപ്പെ എന്നാണ് ഗ്രീക്കില്. അഗാപ്പെ എന്നതിന് ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹം എന്ന അർത്ഥമുണ്ട്. പക്ഷെ സ്നേഹവിരുന്നുകളെയും അഗാപ്പെ എന്നാണ് വിളിച്ചിരുന്നത്. ആദ്യകാലത്ത്, അതായത് ക്രിസ്തുവർഷം 313 ക്രിസ്തുധർമ്മത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ വീടുകളിലാണ് കുർബാന അർപ്പിച്ചിരുന്നത്. പള്ളികളില്ല, പള്ളി പണിയാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. റോമാ സാമ്രാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് 313 ക്രിസ്തുവർഷം 313 നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. അതുവരെ നമുക്ക് വീടുകളിലാണ് കുർബാന. അവിടെയാണ് ഈ ക്രിസ്തീയ സമുദായം സമ്മേളിച്ചിരുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഗൃഹസഭ, ഹൗസ് ചർച്ച്. ആ ഗൃഹസഭകളില് പള്ളി കെട്ടിടമില്ല, പള്ളി സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ കുർബാന തുടങ്ങിയ ലിറ്റർജിക്ക് വേണ്ടി അവര് സമ്മേളിക്കുമ്പോൾ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു. കാരണം അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഭക്ഷണം കഴിക്കാനായിട്ടും, അപ്പോൾ വിശുദ്ധ കുർബാനയുണ്ട്, സ്നേഹവിരുന്നുണ്ട്. അത് ക്രിസ്തീയ കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ സ്നേഹവിരുന്ന് അഗാപ്പെ സംഘടിപ്പിച്ചിരുന്നത്. ക്രിസ്ത്യാനികളെ ഒരു 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 സാമൂഹിക വർഗമാക്കുന്നതിൽ ഈ സ്നേഹവിരുന്നുകള് അഗാപ്പെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സ്നേഹവിരുന്നുകളിൽ പാപകരമായ വിവേചനം അനുഭവപ്പെട്ടപ്പോൾ പൗലോസ് അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 11, 17 മുതൽ 22 വരെ വാക്യങ്ങൾ 11-ാം അധ്യായത്തില്. അതായത് പണക്കാര് വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്നു, പാവങ്ങൾക്ക് ഈ ഉണക്ക ബ്രെഡ്, എന്നിട്ട് പാവങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഭക്ഷണം, പണക്കാർക്ക് വേറെ സ്ഥലത്ത് ഭക്ഷണം. സ്നേഹവിരുന്നല്ലേ പറയണേ. അപ്പൊ ഈ കൂട്ടായ്മയെ തകർക്കുന്ന തരത്തിലുള്ള വിവേചനം വന്നു കഴിഞ്ഞപ്പോൾ, പണക്കാരും പാവപ്പെട്ട തമ്മിലുള്ള വിവേചനം വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് അതിനെ നഖശിഖാന്തം എതിർത്തു. 2-ാം നൂറ്റാണ്ടില് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ സ്നേഹവിരുന്നുകളെ അഗാപ്പയെ വേർതിരിച്ചു. കാരണം സ്നേഹവിരുന്നിന് അമിതമായ പ്രാധാന്യം കൈവരുകയും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കുറയുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഊട്ടുപെരുന്നാൾ നടത്തുന്ന ചില പള്ളികളിൽ ആ പ്രശ്നമുണ്ട്. ഊട്ടുതിരുന്നാൾ ഇങ്ങനെ അല്ലേ, സഹായിക്കാനും പരിശ്രമിക്കാനും സഹകരിക്കാനും ആൾക്കാരുണ്ട്, കുർബാനയ്ക്ക് പോവില്ല. അപ്പം അഗാപ്പെ എന്ന ഊട്ടുതിരുന്നാളിന് പ്രാധാന്യം വരികയും കുർബാനയ്ക്ക് പ്രാധാന്യം കുറയുകയും ചെയ്യും. 2-ാം നൂറ്റാണ്ടിൽ അങ്ങനെ വന്നപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചു. ഈ സ്നേഹവിരുന്നും കുർബാനയും ഒന്നിന് പുറകേട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം കുർബാന എന്ന പരമപരിശുദ്ധ ആ ലിറ്റർജിക്ക് പ്രാധാന്യം കുറയുകയും ഈ സ്നേഹവിരുന്ന് അല്ലെങ്കിൽ ഊട്ടുതിരുന്നാളിന് അമിതമായി പ്രാധാന്യം വരികയും ചെയ്തു. അങ്ങനെ അഗാപ്പയും കുർബാനയും മാത്രമല്ല, ഈ അഗാപ്പയും കുർബാനയും രണ്ടും ഒരു ഒരേപോലത്തെ ഭക്ഷണമായിട്ട് കരുതാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ എറണാകുളത്തെ പാഷാണ്ഡതയാണ് ഊട്ടുപുരയാണ് പള്ളി. അതായത് ഒരു മുഖത്തോട് മുഖം നോക്കി കുർബാന ചൊല്ലണമെന്ന് പറയുന്നതിന് അവർ കൊടുക്കുന്ന ന്യായങ്ങളിൽ ഒന്നാണ് ഊട്ടുപുരയാണ് പള്ളി. ആണോ? ഊട്ടുപുരയാണോ? അന്തത്താഴത്തിന്റെ ഓർമ്മയാണ്. അങ്ങനെയാണെങ്കിൽ സി ആകൃതിയിലുള്ള മേശയിട്ട് കിടന്ന് നിലത്തിരുന്ന് ചാരി കിടന്നിട്ട് വേണം കുർബാന ചൊല്ലാൻ. എഴുന്നേറ്റൊന്നല്ലല്ലോ ചൊല്ലേണ്ടത്. പിന്നെ അവിടെ കർത്താവ് മുഖത്തോട് മുഖം അല്ല ഇരുന്നത്. ഈ സി ആകൃതിയിലെ ടേബിളിന്റെ ഒരു മൂലയിലെ കർത്താവ് ഇരുന്നേ, നടുക്കല്ല. അപ്പൊ ഇവര് കാര്യങ്ങൾ അറിഞ്ഞിട്ടോ ചരിത്രം അറിഞ്ഞിട്ടോ ദൈവശാസ്ത്രം അറിഞ്ഞിട്ടോ ഒന്നുമല്ല. അവര് ചില ചിത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ലിയനാർഡോ ദാവിഞ്ചി 16-ാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രങ്ങള്, അതാണ് ശരിയെന്ന് വിചാരിക്കണം. ഇതിന്റെ ആർക്കിയോളജിക്കല് പുരാവസ്തു ഗവേഷണങ്ങളോ ദൈവശാസ്ത്രമോ വചനോ ഒന്നും അവർക്ക് ഇല്ല. ഇതാണ് ഈ പാഷാണ്ഡത എന്ന് പറയണേ. അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സഭാപിതാക്കന്മാരുടെയോ തിരുവചനത്തിന്റെയോ പിൻബലമില്ല, പുരാവസ്തു ഗവേഷണങ്ങളുടെ പിൻബലമില്ല. എന്നിട്ട് വായ തൊന്ന് കോതയ്ക്ക് പാട്ട്. അതാണ് പാഷാണ്ഡത, അതാണ് വേദവിപരീതം. വേദം എന്ന് പറഞ്ഞാൽ ബൈബിള്, ആ ബൈബിളിലെ തിരുവചനങ്ങൾക്ക് വിപരീതം. അപ്പോൾ ഈ ഊട്ടുപുരയാണ് പള്ളി എന്ന് പഠിപ്പിക്കണം. അപ്പൊ ഇതിന് സ്കൂളിൽ ഊട്ടുപുരയുണ്ടല്ലോ, വീട്ടിൽ ഊട്ടുപുരയുണ്ടല്ലോ. പള്ളിയില് ഈ സ്നേഹവിരുന്നും അഗാപ്പയും കുർബാനയും തമ്മിൽ അന്തരമില്ല എന്ന മട്ടിൽ വരികയാണ്. നിങ്ങൾ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞൊരു വാക്ക് ഓർക്കണം. പ്രോട്ടസ്റ്റന്റ് സഭകൾ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിയുന്ന നാളുകൾ വരെ കുർബാനയെ ഒരൊറ്റ സ്ഥലത്തും ഒരൊറ്റ ഗ്രന്ഥത്തിലും വിരുന്ന് സദ്യ എന്ന് വിളിച്ചിട്ടില്ല. ഒരൊറ്റ സ്ഥലത്തുമില്ല.
പ്രോട്ടസ്റ്റന്റുകാരാണ് ഇത് ഒരു വിരുന്ന്, ഒരു സ്നേഹവിരുന്നാണ് കുർബാന എന്ന് പറഞ്ഞാൽ കൂദാശയല്ലെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. എറണാകുളത്ത് ഇതേ കാര്യമാണ് അവർ പറയുന്നത്. പ്രോട്ടസ്റ്റന്റുകാര് കുർബാനയെ കൂദാശയെ കണക്കാക്കാത്തത് പോലെ എറണാകുളത്ത് വിമത വൈദികരും മുന്നേറ്റക്കാരും കുർബാനയെ കൂദാശയെ കണക്കാക്കുന്നില്ല. അവരൊരു ഊട്ടുപുരയാണെന്നും സ്നേഹവിരുന്നാണെന്നും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇരിക്കണമെന്നും മനുഷ്യന്റെ മുഖത്താണ് ദൈവമെന്നും ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണെന്നൊക്കെ ഉള്ള വേദവിപരീതം പഠിപ്പിച്ച് ഈ ജനാഭിമുഖ കുർബാനയെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തങ്ങളുടെ ഏകം സ്വതന്ത്ര സഭയ്ക്ക് വേണ്ടി നടപ്പാക്കി കിട്ടണമെന്ന് വിചാരിക്കുന്നു. അതിനൊരു ദൈവശാസ്ത്രവും ഇല്ല. പിന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് മുഴുവൻ രണ്ടാമത്തെ സൂനോദോസാണ്. രണ്ടാമത്തെ സൂനോദോസ് ആൾക്കാർ ഡോക്യുമെന്റ് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആർഗ്യുമെന്റും ഇല്ലാണ്ടായി. ഇതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ബൈബിളില്ല, വചനമില്ല, സഭാപിതാക്കന്മാരില്ല, ദൈവശാസ്ത്രമില്ല, പിന്നെ ചില ഇങ്ങനെ ഉടക്ക് വാക്കുകൾ, ഉടക്ക് വിദ്യകള്. അതുകൊണ്ടാണ് ഈ നുഴഞ്ഞ കയറ്റക്കാര് സ്നേഹവിരുന്നുകൾ പങ്കെടുത്തിരുന്നത് എന്തിനെന്നറിയോ? ആത്മീയ കുരുക്കിട്ട് ആളുകൾ വഴിതെറ്റിക്കാൻ. ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം എല്ലായിടത്തും ഇല്ലേ, ഇത് ഊട്ടുപുരയല്ലേ, ഇത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ലേ. അതിന് പറയുന്ന മറ്റൊരു ന്യായമാണ് അന്നാ പെസഹ തിരുനാളിൽ. അന്നാ പെസഹ തിരുനാളിൽ ആ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് പെസഹ തിരുനാളും അല്ല, അന്ത്യത്താഴവും അല്ല. നമ്മൾ ദിവ്യ ബലി എന്ന് പറയണേ. ബലി അന്ത്യത്താഴത്തിലാണോ? കുരിശിലല്ലേ? കർത്താവ് ഈശോ മിശിഹായുടെ മരണമാണ് അവന്റെ പ്രത്യാഗമനം വരെ നാം പ്രഖ്യാപിക്കുന്നത് ഈ അപ്പം മുറിക്കുമ്പോൾ, ഈ പാനപാത്രം വാഴ്ത്തുമ്പോൾ എന്നല്ലേ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയണേ. അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്. അവന്റെ മരണം പ്രഖ്യാപിക്കാനാ പറഞ്ഞത്, അവന്റെ മരണം ഓർമ്മിക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല. പക്ഷെ കൽപ്പന കൊടുത്തത് അന്ന് ആ പെസഹ തിരുനാളിലാണ്, ആ പെസഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ വക ന്യായങ്ങളൊന്നുമില്ലാതെ വേദവിപരീതം പഠിപ്പിക്കുന്ന നുഴഞ്ഞ കയറ്റക്കാര് സ്നേഹവിരുന്നുകളിൽ അഗാപ്പെ, ഊട്ടുപെരുന്നാള്, ഊട്ടുപുര, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് അന്ന് ഉണ്ടായ പ്രശ്നങ്ങള്. ഇത് തന്നെയാണ് ഇപ്പൊ എറണാകുളത്തുള്ളത്. അതുകൊണ്ടാണ് എറണാകുളത്തെ പാഷാണ്ഡത ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ ശക്തമായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള പാഷാണ്ഡതകൾ എറണാകുളത്ത് മാത്രമല്ല മറ്റു പല സ്ഥലത്തും ഉണ്ടാകുമെന്ന് യൂദാസ്ലിയയ്ക്ക് അറിയാം, ബൈബിളിന് അറിയാം, പരിശുദ്ധാത്മാവിന് അറിയാം, ദൈവത്തിനറിയാം. അതുകൊണ്ട് അത് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക. അത് ഏത് വചനം എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ബൈബിൾ പഠിക്കണം. 12-ാമത്തെ വാക്യത്തില് അടുത്ത കാര്യങ്ങൾ, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന ബ്രാക്കറ്റിൽ വഴുവഴുപ്പുള്ള പാറകളാണ്. മറഞ്ഞു കിടക്കുന്ന പാറകൾ, വഴുവഴുപ്പുള്ള പാറകൾ. സ്പിലാദെസ് എന്നാണ് വാക്ക് ഗ്രീക്കിൽ. സ്പിലാദെസ്, സ്പിലാസ് എന്നതിന്റെ ബഹുവചന രൂപമാണ് സ്പിലാദേസ്. വെള്ളത്തിൽ കിടക്കുന്ന പാറക്കല്ല് എന്നാണ് അർത്ഥം. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ, ഇവിടെ മാത്രം. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കുണ്ട്, സ്പിലോസ്. സ്പിലോസ് അത് പത്രോസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 2 പത്രോസ് 2:13. അതിന്റെ ഒരു സൂചന എഫേസ്യ ലേഖനത്തിൽ 5:27 അതിന് കറ എന്നാണ് അർത്ഥം. കറ. ഈ വേദവിപരീതക്കാരുടെ അഴിമതി സഭയെ മൊത്തത്തിൽ ദുഷിപ്പിക്കുന്ന കറയാണ് എന്നൊരു ധ്വനി വരും സ്പിലോസ് എന്ന വാക്കാണെങ്കിൽ. എന്നാൽ സ്പിലോസ് എന്ന വാക്ക് പത്രോസിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും യൂദാസിലേക്ക് അതല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സ്പിലാസ് അതിന്റെ ബഹുവചനമായ സ്പിലാദേസ് എന്നാണ്. സ്പിലാദേസ്, സ്പിലോസ് എന്നല്ല. എനിക്ക് തോന്നുന്നു POC ബൈബിളിൽ സ്പിലോസ് കറ എന്നാണ് എഴുതിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ ഇപ്പൊ കൃത്യം ഓർക്കുന്നില്ല. പക്ഷെ അത് സ്പിലോസ് എന്ന വാക്കാണ്. ഇവിടെ സ്പിലാസ് അതിന്റെ ബഹുവചനം സ്പിലാദേസ്, സ്പിലാദേസ് എന്നാണ്. അതിന് കടലിൽ മറഞ്ഞു കിടക്കുന്നതും എന്നാൽ കപ്പലുകൾക്ക് ഛേദം വരുത്തുന്നതുമായ പാറകൾ എന്നർത്ഥമാണ്. കടലിൽ മറഞ്ഞു കിടക്കുന്നു, കപ്പൽ പോകുമ്പോൾ ഈ മറഞ്ഞു കിടക്കുന്ന പാറയെ കാണാതെ അത് ഇടിച്ച് കപ്പൽ തകരുന്നു. സ്നേഹവിരുന്നുകളിൽ നുഴഞ്ഞു കയറുന്ന വ്യാജ പ്രബോധകരും കള്ളപ്രവാചകന്മാരും ഇത്തരത്തിൽ വഴുവഴുപ്പുള്ള മറഞ്ഞു കിടക്കുന്ന കടൽ വെള്ളത്തിൽ മറഞ്ഞു കിടക്കുന്ന പാറകളെ പോലെയാ. ആദ്യ നോട്ടത്തില് ഈ പാറ കാണാൻ പറ്റില്ല, അവർ തിന്മ കാണാൻ കഴിയില്ല. ഈ പാറകൾ വഴുവഴുപ്പുള്ള പാറ പോലെയാണ് ഇവര്. അവര് തിന്മ പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം എല്ലായിടത്തും ഇല്ലേ, ഇത് ഊട്ടുപുരയല്ലേ, അന്നാ പെസഹ തിരുനാളിന് പറഞ്ഞിട്ടില്ലേ, ഓർമ്മിക്കെന്ന് പറഞ്ഞത് അതല്ലേ, ഇത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് വലിയ തെറ്റില്ലെന്ന് നമുക്ക് ആദ്യം തോന്നും. പക്ഷെ അവർ മറഞ്ഞു കിടക്കുന്ന വഴുവഴുപ്പുള്ള പാറകളാണ്, കപ്പലുകളെ പൊളിച്ചു കളയുന്ന പാറകളാണ്. ആര്? ഈ വിമതര്. അവരനേകരെ വഴിതെറ്റിക്കുന്നു, മറിച്ചിടുന്നു, നശിപ്പിക്കുന്നു. തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകൾക്ക് ഛേദം വരുത്തുന്ന അദൃശ്യമായ പാറക്കെട്ടുകൾ പോലെയാണ് വിമത വൈദികരും
ആത്മായ മുന്നേറ്റക്കാരും. ഇത് യൂദാസിലേക്ക് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. 12ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യം നോക്കിയാൽ, ഇവർ നിങ്ങൾ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. തങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി യാതൊരു സങ്കോചവുമില്ലാതെ നിങ്ങളോടുകൂടി വിരുന്ന് കഴിക്കുന്നവര്. സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥത നിറഞ്ഞ വേദവിപരീതക്കാര്. അവര് കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്നവരല്ല, ഉപദ്രവിക്കുന്നവരാണ്. തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവരത് ചെയ്യോത്. സ്വന്തം കാര്യം സിന്ദാബാദ്. സഭയുടെ അഖണ്ഡതയോ ഐക്യതയോ അവർ പരിഗണനാ വിഷയങ്ങളേ അല്ല. പിന്നെന്താണ്? എന്റെ അധികാരം, എനിക്ക് സിനഡ് കൽപ്പിച്ചു തന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്. വചന ശുശ്രൂഷ സമയത്ത് ജനാഭിമുഖം എന്നാണ് തക്സയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ നമിക്കുന്നെന്ന് പറയുമ്പോഴും ജനങ്ങളെ നമിക്കാവൂ, ഈശോയെ നമിക്കരുത്. അത് കൽപ്പിക്കാനുള്ള അധികാരം എനിക്ക് സിനഡ് നൽകിയിട്ടുണ്ട്. ഇതെന്റെ വിശേഷപ്പെട്ട അധികാരമാണ്. അതുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള ആളുകള് പ്രാദേശിക വികാരവുമായിട്ട് എന്റെ രൂപതയിൽ വരരുത്. ഈ രൂപത എന്റേതാണ്, കർത്താവിൻ്റെതല്ല. സ്വന്തം കാര്യം മാത്രം, സ്വാർത്ഥ താല്പര്യം മാത്രം. സഭയുടെ ഐക്യതയോ അഖണ്ഡതയോ അവരുടെ പരിഗണനാ വിഷയങ്ങളല്ല. അതുകൊണ്ടാണ് വിമതരെന്ന് അവർ വിളിക്കുന്നത്. ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവര് സഭയുടെ ആളുകളല്ല. അവർ സഭയിൽ വിഭാഗീയത സൃഷ്ടിക്കും. സഭ എന്ന വിശുദ്ധ ശരീരത്തെ അവർ വെട്ടിമുറിക്കും. 1 കൊരിന്ത്യർ 13:5 പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ നേർ വിപരീതമാണ് ഈ സ്വാർത്ഥത, സ്വന്തം കാര്യം നോക്കല്. 10:29 പറയുന്നുണ്ട്. ഫിലിപ്പിയർ 2:4 2:21 കാണും. അപ്പൊ ഇത് അക്കാലത്തുള്ള പ്രശ്നമാണ്, ഇക്കാലത്തുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മളതിനെ ആ പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട് പ്രശ്നം പരിഹരിക്കേണ്ട കാര്യമില്ല. ഈ പ്രശ്നം അങ്ങനെ പോട്ടെ, അന്നുണ്ടായിരുന്നല്ലോ പ്രശ്നം, ഇപ്പോഴും പ്രശ്നം ഉണ്ടാകട്ടെ, ഇനി ഭാവിയിൽ ഉണ്ടാകട്ടെ എന്നൊന്നും വിചാരിക്കരുത്. ആ പ്രശ്നങ്ങൾക്കുള്ള മറുമരുന്നാണ് സ്ലീഹന്മാര് തിരുവചനത്തിലൂടെ നൽകിയത്. ഇത് എഴുതിയിട്ട ലേഖനം കിട്ടിയവര് അത് നടപടി എടുത്തത് കൊണ്ടാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ശീഷ്മയും വിഭാഗീയതയും പിന്നെ പാഷാണ്ഡതയും വേദവിപരീതം മൂലം സഭ നശിച്ചു പോയാനെ. അത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവര് കൃത്യമായിട്ട് നടപടികൾ എടുത്തത്. ഇനി നോക്ക് 12ാമത്തെ വാക്യത്തിൽ ഇനി അടുത്ത ഭാഗങ്ങൾ നോക്കിയാൽ, കാറ്റിനാൽ തുരത്തപ്പെടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങള്, ഇല കൊഴിഞ്ഞ് ഫലമില്ലാതെ വേരറ്റ് പോയ, അങ്ങനെ 2 പ്രാവശ്യം ചത്തുപോയ വൃക്ഷങ്ങള്. ഈ വേദവിപരീതക്കാരെ, അതായത് പാഷാണ്ഡത പഠിപ്പിക്കുന്ന വിമതരെ, ഈ ശീഷ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുന്നേറ്റക്കാരെ ഈ വിശേഷിപ്പിക്കാൻ യൂദാസ്ലീഹ 4 പ്രതീകങ്ങൾ ഉപയോഗിക്കുക. മേഘങ്ങള്, വൃക്ഷങ്ങള്, തിരകള്, നക്ഷത്രങ്ങള്. അത് അവസാനത്തെ 2 13ാമത്തെ വാക്യത്തില്. വെള്ളമില്ലാത്ത മേഘങ്ങള് ഉന്മേഷം നൽകുമെന്നില്ലേ മേഘം. പക്ഷെ വെള്ളമില്ലെങ്കിലോ മഴ പെയ്യോ? ഉന്മേഷം നൽകുമെന്നും വെള്ളം തരുമെന്നും ഒരു വാഗ്ദാനം ചെയ്യും ഈ മേഘം കാണുമ്പോൾ. പക്ഷെ യാതൊന്നുമില്ല, അതിനുള്ളിലൊന്നുമില്ല. ബാഹ്യമായി വലിയ തള്ളലാണ്, ഉള്ളു ശൂന്യാണ്. ഇല്ലേ? ഞങ്ങൾ സ്വതന്ത്ര സഭ ഉണ്ടാക്കും, മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ ഉണ്ടാക്കും, മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന ചൊല്ലാനായിട്ട് ഞങ്ങൾ സ്വതന്ത്ര സഭ ഉണ്ടാക്കും. എന്നാൽ ആ മാർപ്പാപ്പന്മാർ പറഞ്ഞ കാര്യം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തള്ളലൊക്കെ ഗംഭീരാണ്, ഉള്ളു ശൂന്യമാണ്. വെള്ളമില്ലാത്ത മേഘങ്ങളാണ് വിമത വൈദികരും മുന്നേറ്റക്കാരും, അവരെ ചേർത്ത് പിടിക്കുന്ന നേതൃത്വവും. പിന്നെ പറയാണ്, ഇല കൊടിഞ്ഞ് ഫലമില്ലാതെ വേരറ്റുപോയ വൃക്ഷങ്ങള്, അതിന് 2 പ്രാവശ്യം ചത്തവർന്നാണ് യൂദാസ്ലീഹ പറയണത്. ഇതെന്റെ വാക്കല്ല കേട്ടോ, യൂദാസ്ലീഹയുടെ വാക്ക്. 2 പ്രാവശ്യം ചത്തവര്, അതായത് ഉണങ്ങി അല്ല, അത് ഇല കൊഴിഞ്ഞു, 1 ഫലമില്ലാതെ വേരറ്റ് പോയി, 2 പ്രാവശ്യം ചത്തു. ഈ ഉണങ്ങി കടപുഴകിയ വൃക്ഷങ്ങളെ പോലെയാണ് പാഷാണ്ഡത എന്ന വേദവിപരീതം പ്രചരിപ്പിക്കുന്നവര്. 2 പ്രാവശ്യം ചത്തത് എങ്ങനെയാ? അവര് സഭാസമൂഹത്തില് ഒരു ഫലവും ചൂടുന്നില്ല, സഭയുടെ ഉള്ളില് ഫലം ചൂടുന്നില്ല. അതുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പ്രവൃത്തികൾ അവർ ചെയ്യുന്നേ എന്താണ്? കുർബാനയെ ഇല്ലേ, ആഭിചാര കുർബാന എന്ന് പറയും. ആ കുർബാനയെ അവഹേളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കണമെന്ന് പറയുന്നത് പുറത്തുള്ളവരെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചികിത്സയാണ്, ചികിത്സ, ഔഷധമാണ്. ഈ ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ഔഷധമാണ്, ചികിത്സയാണ്, രോഗം ഭേദമാക്കാൻ. അവർ സഭയ്ക്ക് പുറത്താ. ഈ ആഭിചാര കുർബാന ചൊല്ലി 33 അച്ഛന്മാരില്ലേ, അവർ ഇപ്പോഴും കുർബാന ചൊല്ലുന്നുണ്ടാകും, അവർക്കെതിരെ സഭാ നേതൃത്വം നടപടി എടുക്കുന്നുണ്ടാകില്ല, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ അവരുടെ കുർബാന വാലിഡ് അല്ല, അവരുടെ കുർബാന ലിസിറ്റും അല്ല.
അവർ സഭയ്ക്ക് പുറത്താണ്. വിശുദ്ധ കുർബാനയെ അവഹേളിച്ച അവർക്ക് നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും അവര് സഭയ്ക്ക് പുറത്താണ്. അവരുടെ കുർബാനയിലെ ഒരു ഉളുപ്പുമില്ലാതെ പങ്കെടുക്കുന്നവരും അവരുടെ പാപത്തിന് സപ്പോർട്ടാണ്. ഞങ്ങൾ അറിഞ്ഞില്ലേ, ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങളുടെ മെത്രന്മാര് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല. ഈ കർത്താവ് ശോഭിച്ച പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഞാൻ വന്ന് അവരോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതിനാൽ അവരുടെ പാപങ്ങൾക്ക് അവർക്ക് ഒഴികഴിവില്ല. ഇത് മാണിപ്പുറം വിളിച്ചനും മറ്റനേകം പേരും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആഭിചാര കുർബാന ചൊല്ലി 33 പേരുടെയും കുർബാന വാലിഡ് അല്ല. അതുപോലെ തന്നെ സഭ സസ്പെൻഡ് ചെയ്ത ആളുകളുടെ കുർബാന വാലിഡ് അല്ല. അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് 2 പ്രാവശ്യം ചത്തുപോയവരാണ് അവര്. ഇല കൊഴിഞ്ഞു, വേരറ്റുപോയി, ഫലമില്ലാതെ വേരറ്റുപോയി. അവര് സഭയിൽ ഫലം ചൂടുന്നില്ല. സഭയ്ക്ക് പുറത്തു പോയത് കൊണ്ട് ശരിക്കും സഭയിൽ അംഗങ്ങളല്ല, സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവര്. അങ്ങനെ 2 തരത്തിൽ ചത്തുപോയവരാണ്. ശാരീരിക മരണത്തിന് ശേഷം ആധ്യാത്മിക മരണം എന്ന 2ാമത്തെ മരണമുണ്ട്, നിത്യനരകം. ആ നിത്യനരകത്തിലാണ് അവര്. വെളിപാട് 2:11, 26, 20:14, 21:8 2ാമത്തെ മരണത്തിലാണ് അവര്, നിത്യനരകത്തില്. അതിൽ മരിച്ചു പോയാൽ അവർ നരകത്തിൽ തന്നെയായിരിക്കും പശ്ചാത്തപിച്ച് വരുന്നില്ലെങ്കിൽ. അതിലെ നടപടികൾ സഭാ നേതൃത്വം എടുക്കുന്നില്ലെങ്കിൽ ആ നരകത്തിലേക്ക് തള്ളിവിടുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാകും. ഇതൊന്നും മാണിപ്പറമ്പച്ചൻ ഭീഷണിപ്പെടുത്തി പറയുന്നൊന്നുമല്ല. ഞാൻ ബൈബിൾ 2 പ്രാവശ്യം ചത്തു എന്ന് പറയുന്നത് യൂദാശ്ലീഹ പറയണേ. അതായത് ശാരീരിക മരണത്തിന് ശേഷം ആധ്യാത്മിക മരണം, അതായത് 2ാമത്തെ മരണം, നിത്യനരകത്തെയാണ് അത് പറയണേ. വെളിപാട് പുസ്തകം 2:11 വായിച്ചു നോക്കിയാൽ സഭയിലെ മെത്രാനാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. 2ാമത്തെ അധ്യായം ഇല്ലേ, മെത്രാന്മാർക്ക് എഴുതിയിരിക്കുന്നതാണ്. 7 സഭകളെ മെത്രാന്മാർക്ക് 2ാമത്തെ മരണം നിന്നെ തൊടും ഇല്ലേ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതാണ്. ഇനി 13ാമത്തെ വാക്യം നോക്കുക. യൂദാസിന്റെ ലേഖനം, യൂദാശ്ലീഹയുടെ ലേഖനം 13ാം വാക്യം. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകള്. നമ്മൾ ഈ സുനാമിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? കടലിലേക്ക് നിക്ഷേപിച്ച മാലിന്യം മുഴുവൻ അത് നുരച്ച് തള്ളി, ഈ മാലിന്യം മുഴുവൻ കരയിൽ തള്ളി. ഇന്ത്യൻ ഓഷനിൽ തള്ളിയതൊക്കെ അവിടെ അമേരിക്കയിലും മറ്റൊട്ടെല്ലാം കൊണ്ടു തള്ളി. കടൽക്കരയിൽ മാലിന്യം തള്ളുന്ന തിരമാലകളെ പോലെയാണ് വേദവിപരീതക്കാര്, വിമത വൈദികര്, അൽമായ മുന്നേറ്റക്കാര്. തങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങളാലും വൃത്തികെട്ട പെരുമാറ്റങ്ങളാലും സഭയെയും സഭയുടെ തീരങ്ങളെയും അവർ മലീമസമാക്കുന്നു. യെശയ്യായുടെ പുസ്തകം 57:20 ആ സൂചനയുണ്ട്. എന്നിട്ട് പറയാണ്, യൂദാശ്ലീഹ പറയാണ്, സദാകാലത്ത് ഈ അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങളാണ് അവര്. ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പാതാളത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള കാരാഗ്രഹത്തിലാണ് വിമത മാലാഖമാരെ, അതായത് പിശാചുക്കളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. വാക്യം 6 സൂചിപ്പിക്കുന്നുണ്ട്. അതേ ഗതിയായിരിക്കും വിമത വൈദികർക്കും വ്യാജ പ്രബോധകർക്കും കള്ളപ്രവാചകന്മാർക്കും മുന്നേറ്റക്കാർക്കും കിട്ടുകയാണ്. അതായത് പാതാളത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള അന്ധതമസില്, കാരാഗ്രഹത്തില് വീണുപോയ മാലാഖമാരെ ബന്ധിച്ചിട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് വിമത വൈദികർക്ക് സ്ഥലം കിട്ടും, മുന്നേറ്റക്കാർക്ക് അവിടെയും കിട്ടും. അവിടെ മുന്നേറ്റക്കാരുണ്ടാകും. കാരണം ഈ കർത്താവിന്റെ സഭയെ ഇതുപോലെ പിച്ചിച്ചീന്തി വിഭാഗീത കൊണ്ട്, വേദവിപരീതം കൊണ്ട്, ശീഷ്മ കൊണ്ട്, പാഷാണ്ഡത കൊണ്ട് ഇത്രമാത്രം വേദനിപ്പിക്കുന്ന അവർക്ക് ശിക്ഷ കിട്ടാതെ പോകില്ല. കർത്താവ് കാരുണ്യമാണ്. ഒക്കെ ശരി തന്നെ. ഈ യൂദാശ്ലീഹയുടെ ലേഖനവും ബൈബിളിലുള്ളതാണ്. ഈ ധൂർത്തപുത്രന്റെ കഥ മാത്രമല്ല ബൈബിളിലുള്ളത്. വക്രഗതിയുള്ള നക്ഷത്രങ്ങളാണ് ഇവര്, വിമത വൈദികരും മുന്നേറ്റക്കാരും വ്യാജ പ്രബോധകരും കള്ളപ്രവാചകന്മാരും ഒക്കെ. നേരാവണ്ണം പ്രകാശം ചുരത്താതെ മറ്റുള്ളവർ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ബ്ലാക്ക് ഹോൾസ്. അതാണ് ഇവര്, വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. സുഭാഷിതം 25:14, യശി 57:20, എസക്കേല് 34:2. ഈ ഹെനോക്കിന്റെ പുസ്തകമുണ്ട്, അപ്രാമാണിക പുസ്തകമാണ്. വീണുപോയ മാലാഖമാരെ വീണുപോയ 7 നക്ഷത്രങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ നിത്യശിക്ഷ കാത്തുകൊണ്ട് നരകത്തിലെ അന്ധതമസില് തടവില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. 1 ഹെനോക്ക് 18 മുതൽ 21 വരെ വാക്യങ്ങൾ. ഈ യഹൂദ പാരമ്പര്യമാണ് യൂദാസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യൂദാസിന്റെ ലേഖനത്തിലെ ഹെനോക്ക് എന്ന് പറഞ്ഞ അപ്രാമാണിക പുസ്തകത്തിന് പല സംഗതികളുണ്ട്. ഈ മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ചതും ഒക്കെ ആ പുസ്തകത്തിന് വരുന്നതാണ്. ഈ നമ്മുടെ മെത്രാന്മാരിൽ ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ അപ്രാമാണിക പുസ്തകങ്ങൾ ഞാൻ തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയപ്പോ അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ മെത്രാന്മാരിൽ കുറച്ച് പേര് കലിതുള്ളി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, യൂദാസിന്റെ ലേഖനത്തിൽ അപ്രാമാണിക ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബെനഡിക്ട് മാർപ്പാപ്പ അത് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത് തന്നെയല്ലേ വേറെ അപ്രാമാണിക പുസ്തകങ്ങൾ?
അപ്പോഴാണ് വർഗീയവിധത്തിൽ പിതാവ് ഇടപെട്ട് പറഞ്ഞത് അത് പബ്ലിഷ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ രഹസ്യ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് 12 അപ്രാമാണിക സുവിശേഷങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തത്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഈ ബൈബിളിലെ അപ്രാമാണിക പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഹെനോക്കിന്റെ പുസ്തകം ഉപയോഗിച്ചിട്ടുണ്ട്, 2 പത്രോസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നമുക്ക് വീണുപോയ മാലാഖമാരെ കുറിച്ചും നരകത്തെക്കുറിച്ചും അതുപോലെ തന്നെ നരകത്തിലേക്ക് ഇറങ്ങിയിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചില അറിവുകൾ കിട്ടുന്നത് യഹൂദരുടെ അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. പിന്നെ എന്തുകൊണ്ട് ബൈബിൾ ചേർത്തില്ലെന്ന് ചോദിച്ചാൽ അതിനകത്ത് എല്ലാം ചേർക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് ഒരുപാട് ജ്ഞാനവാദത്തിന്റെ ഒരുപാട് അംശങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് സത്യങ്ങളുണ്ട്, എന്നാൽ മറ്റൊരുപാട് കാര്യങ്ങൾ അബദ്ധങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വേദപുസ്തകത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല. അതേസമയം വേദപുസ്തകത്തിന്റെ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ അതിലത്തെ നല്ല നല്ല വശങ്ങൾ നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു കത്തോലിക്കൻ എങ്ങനെയാണ് ഈ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ സമീപിക്കേണ്ടത്, ഈ ഒരു കാര്യമാണ് ഞാൻ ആ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് അതെങ്ങനെ സമീപിക്കണമെന്ന് എഴുതിയത്. അത് സഭയ്ക്ക് ചെയ്ത് വലിയൊരു സേവനമാണ്. പക്ഷേ ഈ ഇതേക്കുറിച്ചുള്ള അജ്ഞത കാരണം, വേദപുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞതയും അപ്രാമാണിക സുവിശേഷങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ബൈബിളിൽ ഈ സഭാശാസ്ത്രത്തെക്കുറിച്ച് ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞത, ഇതെല്ലാം നേതൃത്വത്തിലുള്ളവർക്ക് വരുമ്പോൾ അന്ന് അജ്ഞതയുണ്ടെങ്കിൽ അതൊന്നും ആരും ചോദിക്കുക, അറിവുള്ളവർ ചോദിക്കുക. അത് ചോദിക്കാനുള്ള മനസ്സിലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള എതിർപ്പുകളുമായിട്ട് വരുന്നത്. അതൊരു സമുദായത്തിന് വരുത്തുന്ന ദോഷം. അതായത് അജ്ഞരെ തലപ്പത്ത് വരികയും ആ അജ്ഞത ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ സഭയ്ക്ക് അത് വലിയ ദോഷം ചെയ്യും. അത്തരം ദോഷങ്ങളെ നമുക്ക് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ സഭയെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് എന്റെ ഈ വീഡിയോസിനുള്ളത്. പാഷാണ്ഡതകൾക്കെതിരെ, വേദവിപരീതങ്ങൾക്കെതിരെ, ശീഷ്മകൾക്കെതിരെ പടപൊരുതിയാണ് സഭാപിതാക്കന്മാരും സഭയും ഈ കത്തോലിക്ക സഭയെ ഇതുപോലെ സംരക്ഷിച്ചത്. അത് ഓരോ വിശുദ്ധരുടെയും കടമയാണ്, ഓരോ വിശ്വാസിയുടെയും ഓരോ അൽമായന്റെയും ഓരോ അച്ഛന്റെയും കന്യാസ്ത്രീയും കടമയാണ്. അത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതിനാൽ എനിക്ക് അവരോട് ആരോടും വ്യക്തിവൈരാഗ്യമില്ല. പക്ഷെ അവർ സഭയെ നശിപ്പിക്കുന്നതിനോട് അങ്ങേയറ്റം എതിർപ്പുണ്ട്. അവര് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നത്. ചുരുങ്ങിയ പക്ഷം ജനങ്ങളെങ്കിലും ബോധവാന്മാരാകണം. ആ ബോധവൽക്കരണത്തിലൂടെ ഇവരുടെ ഈ അടവകളുണ്ടല്ലോ, അതായത് ഈ തിന്മ, ഈ വേദവിപരീതം, പാഷാണ്ഡത, ശീഷ്മ, അത് വേര് പിടിക്കാതെ പോകും. ഇപ്പൊ തന്നെ നമ്മൾ അതിൽ വലിയ വിജയം വരിച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുന്നതെല്ലാം സഭാവിരുദ്ധമാണ് എന്ന് ചുരുങ്ങിയ പക്ഷം കുറെ പേർക്കെങ്കിലും അറിയാം. അത് തന്നെ ഒരു വിജയമാണ്, വലിയൊരു വിജയമാണ്. കർത്താവിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ്. അവരിൽ പ്രവർത്തിക്കുന്നത് സാത്താന ശക്തിയാണെന്നും അത് പരാജയപ്പെടുമെന്നും ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുകയാണ്. പണ്ട് മാർപ്പാപ്പയുടെ ഒരു കത്ത് വായിക്കില്ല, സർക്കുലർ വായിക്കില്ല. ഇപ്പൊ നമ്മൾ അവർ വായിച്ചാലും ജനങ്ങൾ കേൾക്കുകയാണ്. തീർച്ചയായിട്ടും ഇടവക വികാരിമാര് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള കുറെ പേരുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അവർക്ക് ആ തിന്മയിൽ നിന്ന് പുറത്തു വരാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ തിന്മയിലേക്ക് അവരെ നയിക്കുന്ന വികാരിയച്ഛന്മാര്, അവർക്കുള്ളതാണ് ഈ പറഞ്ഞ അന്ധതമസിന്റെ കാരാഗ്രഹം. അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, അതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇത് യൂദാസ്ലീഹയുടെ ലേഖനം തിരുവചനമാണെന്നും ഇത് സത്യമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ അന്ധതമസിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഇതുപോലെ വെള്ളമില്ലാത്ത മേഘമാകാതിരിക്കാൻ, ഇങ്ങനെ വഴുവഴുപ്പുള്ള പാറയായി മറ്റുള്ള തട്ടി വീഴ്ത്താതിരിക്കാൻ, ഈ വക്രഗതിയുള്ള നക്ഷത്രങ്ങളാകാതിരിക്കാൻ, ഈ മാലിന്യം മുഴുവൻ നുരച്ച് തള്ളുന്ന കടൽ തിരകളാകാതിരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴാണ്, ഈ നോമ്പുകാലമാണ് മാനസാന്തരത്തിന്റെ സമയം. ചുരുങ്ങിയ പക്ഷം ജനങ്ങൾ ഇത് കേൾക്കുന്നവരെങ്കിലും ഇവരുടെ ഈ കുർബാനയിൽ സംബന്ധിക്കാതെ സഭയുടെ കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ വേദവിപരീതത്തിൽ പങ്കെടുക്കില്ല, അതിൽ പങ്കാളികളാവില്ല, നിങ്ങൾ ശീഷ്മയിൽ പങ്കാളികളാകില്ല, നിങ്ങൾ കർത്താവിന്റെ സഭയിൽ നിൽക്കും. അങ്ങനെ നിൽക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നോമ്പ് കാലത്തിന്റെ ശരിക്കുള്ള മാനസാന്തരം ഈ തരത്തിലാകും നമ്മില് അത് ആവിഷ്കരിക്കപ്പെടുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.